ഇന്ന് നമുക്ക് ഉപ്പാപ്പ സ്പെഷ്യൽ നോയമ്പ് കഞ്ഞി ഉണ്ടാക്കി തരുവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഉപ്പാപ്പ തന്നെ പറഞ്ഞു കൊടുക്ക്. നെല്ലുകുത്തി അരി, ഞുറുക്കരി, ഞുറുക്കരി, ഉലുവ, ഉലുവ, വെളുത്തുള്ളി, വെളുത്തുള്ളി, ചുവന്നുള്ളി, ചുവന്നുള്ളി, കടലപ്പരിപ്പ്, ചെറുപയറിന്റെ അലവും, ഉഴുന്നുപരിപ്പ്, പച്ചമുളക്, തക്കാളിപ്പഴം, ജീരകം, ചുക്ക് പൊടിച്ചത്. ജീരകം ഏതാണ്? ചെറിയ ജീരകം, വലിയ ജീരകം, വലിയ ജീരകം, ചെറിയ ജീരകവും വേണ്ടേ? പിന്നെ ചുക്ക് പൊടിച്ചതും ഉപ്പും. ചുക്ക് പൊടിച്ചത്, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ നട്ട്സ് വേണം, നെയ്യ്, അണ്ടിപ്പരിപ്പ്, തേങ്ങ. തേങ്ങക്കകത്ത് ജീരകം, ഏത് ജീരകം? പെരുംജീരകം ഇട്ട് അരക്കണം. കുത്തമ്പാൽ പൊടിയും കൂടി ഇടണം. കൊത്തമ്പാല് പൊടി എന്ന് വെച്ചാ മല്ലിപ്പൊടി എന്നാണ് കേട്ടോ. എല്ലാവരും പല ഇതാണ് പറയുന്നത്. നമ്മളിവിടെ കൊത്തമ്പാലെന്നും പറയും. അപ്പൊ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് വേണം ഇതിന്റെ കൂടെ അരയ്ക്കാൻ. ഇട്ടോ പാപ്പ ആവശ്യത്തിന് മല്ലിപ്പൊടി അതിലിട്ടോ. കൂടെ ചുക്ക് ചേർക്കുകയാണ്. ചുക്ക് പൊടി, ചുക്ക്, മല്ലിപ്പൊടി, ജീരകം, പെരിഞ്ജീരകം. ഇനി നമ്മൾ ഇതെല്ലാം നല്ലതുപോലെ അരച്ചെടുക്കണം. അപ്പൊ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ തേങ്ങയും ജീരകവും മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തു. അരിക്ക് ആവശ്യമുള്ള വെള്ളം, ആ വെള്ളത്തിൽ അരി, ഉഴുന്നുപരിപ്പ്, ചെറുപയറിന്റെ അലവ്, കടലപ്പരിപ്പ്, ഇത് ഇത്രയും കൂടി കഴുകി ശുദ്ധമായിട്ട് കഴുകി ഇടുക. ഇതെല്ലാം കൂടെ നല്ലതുപോലെ കഴുകിയെടുത്തു. ആ സമയത്താണ് ഓർത്തത് നമ്മൾ ഉലുവ ഇടാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നല്ല പച്ച ഉലുവയും കൂടെ ചേർത്തിട്ട് വേണമായിരുന്നു കഴുകാൻ. അങ്ങനെ അതും കൂടി ഇട്ട് നന്നായിട്ട് കഴുകി എടുത്തു. ഇനി നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഇത് ഇട്ടു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചുമന്നുള്ളി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് ഇത്രയും കൂടി ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. പാപ്പ, ഈ കഞ്ഞിയുടെ പ്രത്യേകത എന്താ? നോയമ്പ് കഞ്ഞി എന്നാണ് ഇതിന്റെ പേര്. ഇത് പഴയ കാലത്ത് ഞങ്ങളുടെ ഉമ്മ, പാപ്പ, ഉമ്മ ഒക്കെ ഉള്ള കാലത്ത്, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ കഞ്ഞി വെച്ച് തന്നാണ് ഞങ്ങളെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കുന്നത്. ഇത് ക്ഷീണത്തിനും ദാഹത്തിനും വിശപ്പിനും തണുപ്പിനും അനുയോജ്യമാണ്. ഇത് കുടിച്ചാൽ ക്ഷീണമൊക്കെ മാറും. അതിലുള്ളതൊക്കെ ഈ ചേരുന്ന ഒരുപാട് സാധനങ്ങൾ ചേർക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇതിനെ കുറിച്ച് ആർക്കും അത്ര വലിയ അറിവില്ല. ഇങ്ങനെ ഒരു കഞ്ഞി വെക്കുന്നതിനെ കുറിച്ച് അറിവില്ല. നോയമ്പ് കഞ്ഞി എല്ലാവരും വെക്കും. സാധനങ്ങളൊന്നും ചേർക്കത്തില്ല. അതല്ല ഇത്. ഇത് ഒരു ഔഷധ ഗുണം കൂടിയുള്ള ഒരു കഞ്ഞിയാണ്. അപ്പൊ ഇത് ഈ നോയമ്പ് കാലത്ത് എല്ലാവർക്കും അത് അനുകരിക്കുകയും വെക്കുകയും കഴിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ശരീരത്തിനും നോയമ്പ് പിടിക്കുന്നതിനും നല്ലതാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ കഞ്ഞി ആണ് അന്നൊക്കെ ഞങ്ങള് കഴിക്കുന്നത്. അന്നൊക്കെ ഇഷ്ടമായിരുന്നോ വന്നിട്ട് കുടിക്കാൻ? അതെ, ഈ കഞ്ഞിയൊക്കെ അന്നൊക്കെ നല്ല പേരാണ്. ഇന്നും നോമ്പ് കഞ്ഞിയുണ്ട്. പക്ഷെ ഇതുപോലുള്ള നമ്മുടെ പള്ളിയിലൊക്കെ കിട്ടത്തില്ല. കിട്ടും, പള്ളിയിൽ കിട്ടും, വീടുകളിൽ വെക്കുന്നവരുണ്ട്. ഇത്രയും ഐറ്റംസ് ചേർത്ത് വെക്കുന്ന കഞ്ഞി. ഈ സമയത്ത് കഞ്ഞിയിലേക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏലക്ക ഒന്ന് ചതച്ചുകൂടി എടുക്കണം. അപ്പൊ അപ്പുവാണ് ഏലക്ക ചതയ്ക്കാനായിട്ട് പോയത്. അങ്ങനെ അവൻ ഏലക്കയൊക്കെ ചതച്ച് തന്നു. അപ്പൊ അതുകൂടി നമ്മൾ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുവാണേ. കുട്ടിക്കാലത്ത് നോയമ്പ് തുറക്കേണ്ട സമയം, അതായത് പള്ളിയിൽ ബാങ്ക് കേൾക്കുന്ന സമയം, വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കും ഈ കഞ്ഞി കുടിക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങളെ കഞ്ഞി കുടിച്ച് അപ്പോൾ തന്നെ വിശപ്പും ദാഹവും എല്ലാം മാറും. വേറെ എന്തൊക്കെ കാണും നോയമ്പ് മുറിക്കാൻ ആ സമയത്തൊക്കെ? മുറിക്കാൻ ആ സമയത്ത് പലഹാരങ്ങള്, ചിലപ്പോൾ എന്തെങ്കിലും കറികൾ, അവിയലോ അതുപോലുള്ള എന്തെങ്കിലും
അവിയലോ നോയമ്പ് മുറിക്കാനോ? അവിയലെന്ന് പറയുന്നത് അതൊക്കെ ഉണ്ട് കഞ്ഞിയുടെ കൂടെ. ഓ അത് ശരിയാ. അങ്ങനെയുള്ള കുറെ റെസിപ്പീസ് ഒക്കെ പഴയതുണ്ട്. അതെല്ലാം നമ്മള് ഇനി ഉള്ള ദിവസം നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യും അല്ലേ പാപ്പ? അതെ തന്നെ. അപ്പൊ ഇത് തേങ്ങ ഒഴിക്കിട്ടോ? നമ്മള് തേങ്ങ അരച്ചത് ഒഴിക്കുകയാണ്. നല്ല അരയണം അല്ലയോ? കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ആ മിക്സിയുടെ ജാറിൽ നിന്ന് തന്നെ അതൊന്ന് കഴുകിയിട്ട് ഒഴിക്കുക കേട്ടോ. അപ്പൊ ആ മൊത്തത്തിൽ ഫ്ലേവർ എല്ലാം അത് ഇറങ്ങും. തേങ്ങയുടെ ടേസ്റ്റും എല്ലാം കൂടെ ആയിട്ട് നല്ല അടിപൊളി കഞ്ഞിയാട്ടോ. അപ്പൊ അതൊന്ന് തിളച്ച് വന്നപ്പം നമ്മളിതാ തക്കാളിയും കൂടെ ചേർത്തു. ഒരു തക്കാളി മാത്രമേ ചേർത്തുള്ളൂ. ഇപ്പൊ തന്നെ കഞ്ഞി ഏറെക്കുറെ ആയി കഴിഞ്ഞു. ആയോ? മുക്കാൽ ഭാഗം ആയി കഴിഞ്ഞു. ഇനി ഇതൊന്ന് തിളച്ച് സെറ്റാവണം. ഏറെക്കുറെ വെന്ത് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ഇറക്കി വെക്കുകയാണ്. ാണ് നെയ്ക്കകത്ത് അണ്ടിപ്പരിപ്പ് വറുക്കാൻ പോവുകയാണ്. തിളക്കട്ടെ. അണ്ടിപ്പരിപ്പ് ഇടുക. ജീരകം, ഇത് ചെറിയ ജീരകമാണ്. ജീരകം ഇനി കരി. ഇനി ഇതിനകത്തൊഴിക്കുക. ഇത് കഴിഞ്ഞു. മൊത്തത്തിൽ കഴിഞ്ഞില്ലയോ? കഴിഞ്ഞു. ഇപ്പൊ തന്നെ ഇതിന്റെ മണം നല്ല മണം വരുന്നുണ്ട്. നല്ല മണമാണ്. നല്ല മണവും വരുന്നുണ്ട്. നല്ല കുറുവി സെറ്റായി. ഇനിയും കുറുവായിരിക്കും ഇല്ലേ? ഇരിക്കും തോറും ഇത് കുറുവും. 6 വയസ്സ് മുതൽ നോമ്പ് പിടിക്കണമെന്ന് ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ നിർബന്ധമായിരുന്നു. ഇന്നങ്ങനെ ഒന്നുമില്ല. ഇന്ന് പ്രായം ഉള്ളവരാണ് നോമ്പ് പിടിക്കാറുള്ളത്. ഇങ്ങനെയുള്ള പ്രത്യേകതര ആഹാരങ്ങളൊക്കെ അന്ന് നോമ്പ് പിടിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഇന്നതൊന്നും കിട്ടാനുമില്ല, കാണാനുമില്ല, അറിയുന്നവരുമില്ല. അത് ചെയ്യാൻ അറിയുന്നവരുമില്ല. ഇത് നിങ്ങളെല്ലാവർക്കും അനുകരിച്ച് ഇങ്ങനൊരു കഞ്ഞി വെച്ച് കുടിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. ഒരു 4-5 ദിവസം കൂടെ കഴിയുമ്പോൾ നോയമ്പായി. അപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെയുള്ള കഞ്ഞി വെച്ച് ഉപയോഗിക്കാം. ഒരു പ്രാവശ്യം ഒരു ദിവസം നിങ്ങൾ കഴിച്ചാൽ പിന്നെ അത് ഈ നോമ്പ് 30 നിങ്ങളിത് കഴിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഉപ്പാപ്പായ്ക്ക് ഉറപ്പുണ്ട്. ഇത് ഒരു വട്ടം നിങ്ങൾ വെച്ചാൽ ഈ നോയമ്പിന് നിങ്ങൾ 30 നോയമ്പിനും ഇത് വെക്കുമെന്നുള്ളത് ഉപ്പാപ്പായ്ക്ക് ഉറപ്പുണ്ട്. അത്രയ്ക്കും നല്ല കഞ്ഞിയാണ്, അത്രയ്ക്കും നല്ല ഗുണങ്ങളുള്ള കഞ്ഞിയാണ്. അപ്പം എല്ലാവരും ഈ റമദാൻ മാസത്തിൽ ഈ ഒരു കഞ്ഞി, റമദാൻ മാസത്തിൽ മാത്രമല്ല ആർക്കും ആർക്കും ഈ ഒരു കഞ്ഞി ഉപയോഗിക്കാവുന്നതാണ്, വെച്ച് ഉപയോഗിക്കാം. അങ്ങനെയില്ല. പക്ഷെ നോയമ്പ് സമയത്ത് നമ്മൾ അത്ര നേരം കഴിക്കാതെയൊക്കെ ഇരുന്നിട്ടുള്ള ക്ഷീണവും എല്ലാം മാറിക്കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ഞാനും ഉപ്പുപ്പായും കൂടെ ഇതിരുന്ന് വായിച്ചിട്ട് നിങ്ങൾക്കൊക്കെ ആ കമൻറ്റിൻ്റെയൊക്കെ റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.